ഹായ് മക്കളെ, നമസ്കാരം. ഹോപ്സിന്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് മുൻകാല പരീക്ഷകൾക്ക് നടന്നിട്ടുള്ള മാത്സ് ആൻഡ് മെന്റലിറ്റിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ ഏറ്റവും ഷോർട്ടായിട്ട് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ ഓരോന്നോരോന്നുകൊണ്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. രമ ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്യും. രമണി അതേ ജോലി 18 ദിവസം കൊണ്ട് ചെയ്യും. രാജുവും രമയും രമണിയും ചേർന്ന ആ ജോലി 4 ദിവസം കൊണ്ട് ചെയ്യും. എങ്കിൽ രാജു ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഇതാണ് ക്വസ്റ്റ്യൻ. ടൈം ആൻഡ് വർക്കിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്, വളരെ എളുപ്പം ചെയ്യാം. ഓക്കെ, നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ രമ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 12 ദിവസം കൊണ്ട് ചെയ്യും. രമണി ആ ജോലി 18 ദിവസം കൊണ്ട് ചെയ്യും. രമ പ്ലസ് രമണി പ്ലസ് രാജു ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 4 ദിവസം കൊണ്ട് ചെയ്യും. എങ്കിൽ രാജു ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? രമ ഒരു ജോലി 12 ദിവസം, രമണി ആ ജോലി 18 ദിവസം, രാജുവും രമയും രമണിയും ചേർന്ന ജോലി 4 ദിവസം കൊണ്ട്. എങ്കിൽ രാജു ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു? രാജു തനിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യാൻ എടുക്കുന്ന സമയത്തിന്റെ എൽസിയം കാണണം. എൽസിയം മനസ്സിലായല്ലോ? ഓക്കെ, രാജു എത്ര? 4 ദിവസം. രാജു രമ രമണി 4 ദിവസം. ഓക്കെ ആണല്ലോ? അതേപോലെ തന്നെ രമയുടെ 4 ദിവസവും രമണിയുടെ രമയുടെ 12 ദിവസവും രമണിയുടെ 18 ദിവസവും. ഈ 3 നമ്പേഴ്സിന്റെ എൽസിയം കാണാം. സിമ്പിൾ, കാര്യമൊന്നുമില്ല. നോക്കിയേ, നമുക്ക് നോക്കാം. 12ന്റെയും ഓക്കെ 12ന്റെയും അതേപോലെ തന്നെ 18ന്റെയും അതേപോലെ തന്നെ 4ന്റെയും എൽസിയം കാണും. ഓക്കെ, 12, 14, 12, 18, 4 ഇവയുടെ എൽസിയം കാണുക. അപ്പോൾ ഇതിന്റെ എൽസിയം എന്ന് വെച്ചാൽ 36 എന്നിട്ട് എത്ര കിട്ടും? 36. എൽസിയം 36 ആണ് വരുന്നത്. ഈ 36 എന്ന് പറയുന്നതാണ് അവിടുത്തെ ടോട്ടൽ വർക്ക്. അവിടെ ആകെ 36 ജോലിയാണുള്ളത്. ചെയ്യാനെടുക്കുന്ന സമയത്തിന്റെ എൽസിയം എന്നെയാണ് നമ്മൾ ടോട്ടൽ വർക്കായിട്ട് എടുക്കുന്നത്. അപ്പൊ അവിടെ 36 ജോലിയുണ്ട്. ഇനി രമയുടെ എഫിഷ്യൻസി നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. എഫിഷ്യൻസി എന്ന് ഉദ്ദേശിക്കുന്നത് കാര്യക്ഷമത, കഴിവ്. അവർക്ക് ഒരു ദിവസം ജോലി ചെയ്യാനുള്ള കഴിവ്, കാര്യക്ഷമതയാണ് നമ്മൾ എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയേക്കുന്ന എൽസിയമിനെ അവരുടെ സമയം കൊണ്ടങ്ങ് ഹരിച്ചാൽ മതി. അവർ ചെയ്യാനെടുക്കുന്ന സമയം കൊണ്ടങ്ങ് ഹരിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? യെസ്, നമുക്ക് നോക്കാം. മൊത്തത്തിൽ 36 ജോലിയാണുള്ളത്. ഓക്കെ ആണല്ലോ? അതിനെ രമ എടുക്കുന്ന സമയം 12. 12 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടും 3. ഈ 3 എന്ന് പറയുന്നതാണ് ആരുടെ എഫിഷ്യൻസി? രമയുടെ എഫിഷ്യൻസി. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത രമണയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കുക. മൊത്തത്തിൽ 36 വർക്കാണുള്ളത്. ഓക്കെ, അവരെടുക്കുന്ന സമയം 18. 36നെ 18 കൊണ്ട് ഹരിക്കുമ്പോൾ 2 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ രമയുടെ എഫിഷ്യൻസി 3, രമണയുടെ എഫിഷ്യൻസി 2. എഫിഷ്യൻസി എന്ന് വെച്ചാൽ കാര്യക്ഷമത, എന്ന് വെച്ചാൽ അവർ ഒരു ദിവസം ചെയ്യുന്ന ജോലി. എന്ന് വെച്ചാൽ രമ ഒരു ദിവസം 3 ജോലി ചെയ്യും. ഒരു ദിവസം 3 ജോലി. അങ്ങനെ അവർ 12 ദിവസം ചെയ്താലേ ജോലി തീരത്തുള്ളൂ. കാര്യം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. രമ ഒരു ദിവസം 3 ജോലി ചെയ്യും. അങ്ങനെ അവർ 12 ദിവസം കൊണ്ട് ജോലി ചെയ്താലേ തീരത്തുള്ളൂ. അപ്പൊ 12 ഗുണം 3 36. അതാണ് നമ്മുടെ ടോട്ടൽ വർക്ക്. രമ ഒറ്റയ്ക്ക് 36 ജോലി ചെയ്യാൻ 12 ദിവസം കൊടുക്കുമെന്ന് പറഞ്ഞത്. ഇനി രമണിയുടെ കാര്യം നോക്കിയേ. രമണിക്ക് 18 ദിവസം വേണം. അപ്പോൾ രമണി ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 2 ജോലി. 18 ഗുണം 2 എന്ന് വെച്ചാൽ 36. അപ്പം 36 തന്നെ വരും. മനസ്സിലായോ? ഇനി എന്താണ് പറഞ്ഞേക്കുന്നത്? ഈ 4 എന്ന് പറയുന്ന ആരൊക്കെയാ? രമയും രമണിയും അതേപോലെ തന്നെ രാജുവും കൂടെ ചേർന്നാണ് ഈ 4 ദിവസം കൊണ്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവർ 3 പേരും കൂടെ ഒരു ദിവസം എത്ര ജോലി ചെയ്യുന്ന നോക്കുക. എന്നുവെച്ചാൽ ഒരു ദിവസം ചെയ്യുന്ന ജോലിയല്ലേ ഒരു എഫിഷ്യൻസി. ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ 36നെ എന്ത് വെച്ചരിച്ച് നോക്കിയാൽ അതെ 4 വെച്ചരിച്ച് നോക്കിയാൽ 4 വെച്ചരിക്കുമ്പോൾ എത്ര ഇട്ടിടോ? ഓക്കെ, 36 36. ഓക്കെ, 9 ജോലി. ഓക്കെ ആണല്ലോ? ഈ 9 ജോലി ആരാ ചെയ്യുന്നത്? രമയും രമണിയും രാജുവിടെ ചേർന്ന് ഒരു ദിവസം 9 ജോലി ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഈ 9 ജോലിക്കകത്ത്, ഈ കിടക്കുന്ന 9 ജോലിക്കകത്ത് 3 എണ്ണം ആരാ ചെയ്യുന്നത്? രമയാ ചെയ്യുന്നത്. 2 എണ്ണം ആരാ ചെയ്യുന്നത്? രമണിയാ ചെയ്യുന്നത്. അപ്പൊ തന്നെ 5 ജോലി അവിടെ തീർന്നു. 5 ജോലി അവിടെ തീർന്നു. മനസ്സിലായല്ലോ? മൊത്തത്തിൽ 3 പേരുടെ ചേർന്ന് ഒരു ദിവസം എത്ര ജോലി ചെയ്യുന്നത്? 9 ജോലി ചെയ്യുന്നത്. ഈ 9 എണ്ണത്തിൽ ഇവർ 2 കൂടെ ചെയ്യുന്നത് രമയും രമണിയുടെ ചേർന്ന് എത്ര ജോലി ചെയ്യും? 5 ജോലി ചെയ്യും. ബാലൻസ് ഉള്ള 4 ജോലി ആയിരിക്കത്തില്ലയോ? അപ്പൊ രാജു ഒരു ദിവസം ചെയ്യുന്നത്. അപ്പൊ രാജുവിന്റെ എഫിഷ്യൻസി നമുക്ക് കണ്ടുപിടിക്കാം. രാജുവിന്റെ എഫിഷ്യൻസിയാണ് കണ്ടുപിടിക്കുന്നത്. എഫിഷ്യൻസി എന്ന് വെച്ചാൽ കാര്യക്ഷമത, ഒരു ദിവസം ചെയ്യുന്ന ജോലി. അപ്പൊ എന്താണോ? 9 - 5 = 4 എന്ന് വെച്ചാൽ രമ ഒരു ദിവസം 3 ജോലി ചെയ്യും.
രമണി ഒരു ദിവസം 2 ജോലി ചെയ്യും, അതേപോലെ രാജു ഒരു ദിവസം 4 ജോലി. അപ്പൊ അങ്ങനെ രാജുവിന്റെ എഫിഷ്യൻസി, രാജുവിന് ഒരു ദിവസം 4 ജോലി ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്, ചോദിച്ചേക്കുന്നത് എന്തുവാണ്? ഇങ്ങനെയാണ് എങ്കിൽ രാജു തനിച്ചാണ് പോകുന്നതെങ്കിൽ ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പൊ രാജുവിനെ നമുക്ക് തനിച്ച് ജോലി ചെയ്യിപ്പിക്കാം, രാജുവിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പോവാ. ഓക്കെ, രാജു അവിടെ ജോലിക്ക് ചെന്നു. രാജു ജോലിക്ക് ചെന്നപ്പോൾ അവിടെ എത്ര ജോലിയുണ്ട്? 36 ജോലിയാണുള്ളത്. അതല്ലേ ടോട്ടൽ വർക്ക് 36. രാജു ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 4 ജോലി ചെയ്യും. അപ്പൊ 36 4 വെച്ചിരിക്കുക, 9 4 36 എന്ന് വെച്ചാൽ രാജു ആ ജോലി എത്ര ദിവസം? 9 ദിവസം കൊണ്ട് ചെയ്യണം. വെച്ചാൽ രമ 12 ദിവസം കൊണ്ടും രമണി 18 ദിവസം കൊണ്ടും തീർക്കാൻ കഴിയുന്ന ആ ജോലി രാജുവിന് വെറും 9 ദിവസം മതി ആ ജോലി ചെയ്ത് തീർക്കാൻ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 5 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൽ നിന്നും ഇതിന് 216 ഡിഗ്രി കേന്ദ്രകോണോട് കൂടിയ ഒരു വൃത്താംശം മുറിച്ചു മാറ്റി അത് വെച്ചൊരു വൃത്തസ്തൂപിക ഉണ്ടാക്കിയാൽ വൃത്തസ്തൂപികയുടെ ആരം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒന്നുമില്ല, വളരെ എളുപ്പം ചെയ്ത് മാറ്റാം. നോക്കിക്കോ, ഇങ്ങോട്ട് നോക്കിക്കോ. നമ്മളൊരു വൃത്തം കൊണ്ട് വരച്ചു. ഓക്കെ, ഈ വൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ. ആരം 5 സെന്റിമീറ്റർ ഉള്ള ഒരു വൃത്തം. ഇതിൽ നിന്നും ഈ വൃത്തത്തിന്റെ മൊത്തം ഡിഗ്രി 360, 360, അതിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, മൊത്തം ഡിഗ്രി 360. ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? 216 കേന്ദ്രകോണോടുകൂടി ഒരു വൃത്താംശം അങ്ങ് മുറിച്ചു മാറ്റുക. അപ്പൊ എന്നിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തു. അപ്പൊ ഇവിടുത്തെ കേന്ദ്രകോണം എന്ന് വെച്ചാൽ ഒരു 216 ആണെന്ന് വിചാരിച്ചു. കേന്ദ്രകോണം ഈ മുറിച്ചു മാറ്റിയത്. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തു. എന്നിട്ട് ഈ കട്ട് ചെയ്തെടുത്ത് ഈ പേപ്പർ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഈ അല്ലെങ്കിൽ വൃത്താംശം വെച്ചിട്ട്, അപ്പൊ ഇത് ആരോ. ഓക്കെ, ഇത് ആരോ 5 സെന്റിമീറ്റർ. ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ പേപ്പർ ഭാഗം ഇങ്ങനെ, ഇപ്പൊ ഇത്രയും പേപ്പർ ഭാഗം കിട്ടിയല്ലോ, നമുക്ക് വെട്ടി മാറ്റിയത് ഇത്രയും ഭാഗം കിട്ടിയല്ലോ. ഇതിങ്ങനെ വളച്ചിട്ട് ഈ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ മടക്കി എന്ത് ചെയ്യാൻ പോകും? ഞാൻ ഒരു വൃത്തസ്തൂപികത ഇതേപോലെ ഉണ്ടാക്കി. ഇതേപോലൊരു പേപ്പർ ഇങ്ങനെ ചുരുട്ടി ഇതേപോലെ ഉണ്ടാക്കി. ഈ വൃത്തസ്തൂപികയുടെ ഈ ആരം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. വൃത്തസ്തൂപികയുടെ ആരം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടുത്തെ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഭാഗത്തിന്റെ ആരം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി നമ്മൾ എന്താണെന്നറിയോ? ഇവിടെ ശ്രദ്ധിച്ചോണേന്ന്, ഇതാ ഈ ഭാഗം കണ്ടോ? ഈ ഭാഗം ഇതാണ് നമ്മൾ ഇങ്ങനെ ചുരുട്ടുന്നത്. ഇപ്പോൾ ഉദാഹരണം ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ ചുരുട്ടുവാന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു പേപ്പറാന്ന് വിചാരിച്ചു, ഇതൊരു പേപ്പറാന്ന് വിചാരിച്ചു. ഈ പേപ്പർ നമ്മളിപ്പോൾ ഇതാണ്ട നമുക്ക് ഇങ്ങനെ കിട്ടി, ഒരു പേപ്പർ കിട്ടി. അതായത് ഇതാണ് വൃത്താംശം എന്ന് വിചാരിച്ചോ. ഉദാഹരണം പറയാം. ഓക്കെ, നമുക്ക് ഇതാണ്ട് ഈ കിട്ടി ഈ വെട്ടിയെടുത്തേക്കുന്ന ഭാഗം ഇതാന്ന് വിചാരിച്ചോ. ഉദാഹരണം പറയാം. ഇത് നമ്മളിങ്ങനെ ചുരുട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നതാണ്? ഇതേപോലൊരു വൃത്തസ്തൂപിക കിട്ടുന്നത്. ഇതേപോലൊരു വൃത്തസ്തൂപിക ഇങ്ങനെ ചുരുട്ടുമ്പോൾ കിട്ടും. മനസ്സിലായോ? ഇതേപോലെ ഒരെണ്ണം കിട്ടും. ഈ വെട്ടിയെടുത്ത നോക്കണം, ഈ വെട്ടിയെടുത്ത ഈ പേപ്പർ ഇതാണ് ഇത്രയും ഈ വെട്ടിയെടുത്ത പേപ്പറാണ്. ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ ചുരുട്ടിയെടുക്കുമ്പോൾ നമുക്കൊരു വൃത്തസ്തൂപിക കിട്ടും. ഇതാണ് വൃത്തസ്തൂപിക. ഇതാണ് ഞാൻ ഈ വരച്ചു വെച്ചേക്കുന്ന സാധനം. കണ്ടേ, ഈ വരച്ചു വെച്ചേക്കുന്ന കണ്ടോ? ഇതാണ്. അപ്പോൾ ഇവിടുത്തെ ആരം എത്ര? അപ്പോൾ ഇതാ ഈ വൃത്തഭാഗം ഇതാണ്. മനസ്സിലായല്ലോ? ഇതാണ് വൃത്തസ്തൂപികയുടെ അടിവശം എന്ന് വെച്ചാൽ ബേസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ആരം എത്രയാണെന്ന് വെച്ചേക്കുന്നത്. ഈ ആരം എന്ന് പറയുന്നത് ഇവിടുത്തെ ആരം ഇത് വൃത്താകൃതിയിലാണ്. ഈ ആരം കണ്ടുപിടിക്കണമെങ്കിൽ ഈ ചുറ്റുമുള്ള നീളം എത്രയാണെന്ന് ആദ്യം അറിയാം. ഈ ആരം, ഈ നീളം എങ്ങനെ വരുന്നത്? ഞാനൊന്ന് നോക്കുമ്പോൾ താണ്ടേ നൂത്തപ്പോൾ ഈ പേപ്പറാണ്. ഇത് ഏത് ഭാഗമാണ്? ഞാൻ ഈ കട്ട് ചെയ്തെടുത്ത ഈ ഭാഗമാണ് ഈ കിടക്കുന്നത്. മനസ്സിലായല്ലോ? ഈ ഭാഗം. അപ്പോൾ ഈ ഭാഗമാണ് ചുറ്റും വരാണ്ട്, ഇതാണ് കറങ്ങി ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന പരിപാടി ഈ ഭാഗത്തിന്റെ നീളം അങ്ങ് കണ്ടുപിടിക്കുക. ഈ ഭാഗത്തിന്റെ നീളം ഇതെന്ന് വെച്ചാൽ വൃത്താംശത്തിന്റെ ചാപത്തിന്റെ നീളമാണ്. വൃത്താംശത്തിലെ ചാപത്തിന്റെ ആർക്ക് ലെങ്ത് ആണ് ഇത് കണ്ടുപിടിക്കാൻ പോകുന്നത്. ആർക്ക് ലെങ്ത്. അപ്പോൾ ഞാൻ ഇതും കൂടെ മായ്ക്കുവാണേ. ഓക്കെ, ആർക്ക് ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കാം. വൃത്താംശത്തിന്റെ ഇതാണ് ആർക്ക്, ചാപത്തിന്റെ നീളം അല്ലെങ്കിൽ ആർക്ക് ലെങ്ത്. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, വേറൊന്നുമില്ല. വൃത്തത്തിന്റെ മൊത്തം ചുറ്റളവ്, മൊത്തമുള്ള ഈ നീളം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ 2πr ആണ്. മൊത്തം നീളം 2πr. നമുക്ക് മൊത്തം വേണ്ടാടേ, നമുക്കിതാ ഇത്രയും ഭാഗം മതി. ഇത്രയും ഭാഗം മതി. അപ്പൊ ഇത്രയും ഭാഗത്തിന് വേണമെങ്കിൽ ഇത് കഴിയുമ്പോൾ 2πr മൊത്തം കിട്ടാം. നമുക്ക് ഇത്രയും ഭാഗം മതിയെങ്കിൽ ഇൻറ്റു ഓക്കെ, ഇവിടുത്തെ 2πr ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ 360 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അങ്ങോട്ട് 2πr ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ 360. ഇവിടെ പിന്നെ ഇങ്ങനെ ചെയ്യാം, x/360 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഓക്കെ,
അപ്പോൾ ഈ x/360 നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട എന്താണ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ കേന്ദ്രത്തിൽ വരുന്ന കോൺ എത്രയാണോ അതായിരിക്കും എക്സ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി ക്വസ്റ്റിന് പറയുന്നുണ്ട് കേന്ദ്ര കോൺ എക്സ് എന്ന് പറയുന്നത് 216 ഈ കേന്ദ്ര കോൺ എന്ന് വെച്ചാൽ 216. ഓക്കെ ആണല്ലോ, അതായിരിക്കണം എക്സ് ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ഈ ചാപത്തിന്റെ ഈ നീളം കിട്ടും. ഓക്കെ യെസ്, ഇനി നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ നീളം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഈ നീളം 2 π ഇൻറ്റു ആരം എന്ന് പറയുന്നത് എത്ര? ആരം എന്ന് പറയുന്നത് 5 ആണ്. ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എത്ര? 216 ഡിവൈഡഡ് ബൈ 360 എന്ന് കൊടുത്തു. ഓക്കെ ആണല്ലോ. യെസ്, ഇനി നമുക്ക് ഇന്ന് ചെയ്യാം, ഇതിനെ വെട്ടാൻ പറ്റുന്ന സംഖ്യ ഉണ്ട്. ഈ 2 5 കൂടെ ഗുണിച്ചാൽ 10 എന്ന് കിട്ടും. 2 × 5 എന്ന് വെച്ചാൽ 10. 2 × 5 10. ഈ 10 ഉണ്ട് 10 ഇൻറ്റു പൈ ഇൻറ്റു 216 ഡിവൈഡഡ് ബൈ 360. ഈ 10ഉം ഈ 0 വെട്ടിപ്പോയി. 10ഉം 0 വെട്ടിപ്പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മേളിലും താഴെ നമുക്ക് 6 വെച്ച് വെട്ടാം. ഓക്കെ, 6 വെച്ച് വെട്ടുമ്പോൾ പൈ ഇൻറ്റു ഇവിടെ ഉണ്ട് 3 18 ശിഷ്ട 3 6 36. ഇവിടെ 6 36 എന്ന് കിട്ടും. 6 36. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇവിടെ 3 18 ശിഷ്ട 3. ഓക്കെ, 6 36. ഇവിടെ താഴെ 6. ഇനി എത്ര ഉണ്ട്? 6 എന്ന് കിട്ടും. അവിടെ 36 6 വെച്ചിരിക്കുമ്പോൾ 6 പൈ എന്ന് കിട്ടും. മനസ്സിലായില്ല? 6 പൈ മനസ്സിലായില്ലെങ്കിൽ 6 × പൈ. 6 പൈ എന്ന് കിട്ടും. ഈ 6 പൈ എന്ന് പറയുന്നതാണ് ഈ നീളം എന്ന് പറയുന്നത്. ഈ നീളമാണ് ഞാൻ പറഞ്ഞില്ല, നമുക്കിപ്പോൾ ഈ കിട്ടിയേക്കുന്ന ഈ നീളം ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഭാഗമാണ് ഞാൻ ഈ വരച്ചിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ചുറ്റളവ് കണ്ട, ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? വൃത്തസ്തൂപിക നിർമ്മിക്കുന്നത്. കണ്ടോ, ഇത് നിർമ്മിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഭാഗത്തിന്റെ ഈ നീളം എന്ന് പറയുന്നതാണ് ഇത്. അത് ആ ഭാഗത്തിന്റെ നീളം കിട്ടി. നമുക്ക് എത്ര കിട്ടി? 6 പൈ എന്നുള്ള ഉത്തരം കിട്ടി. ഇത് വെച്ചാൽ നമ്മളൊരു വൃത്തസ്തൂപിക കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടൊരു വൃത്തസ്തൂപിക ഇങ്ങോട്ട് വരച്ചു വെക്കുക. വൃത്തസ്തൂപിക വരച്ചു. ഓക്കെ, ഇതാണ് വൃത്തസ്തൂപിക. ഇതിന്റെ ആരം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ ചുറ്റുമുള്ള നീളമെന്ന് പറയുന്നതാണ് 6 പൈ. അപ്പോൾ ഈ വൃത്തസ്തൂപികയുടെ പാദത്തിലുള്ള ചുറ്റളവ് എന്ന് പറയുന്നത്, പാദ ഏതാകൃതിയിലാ? പാദം വൃത്താകൃതിയിലാ. ആ വൃത്തത്തിന്റെ ചുറ്റളവ് ഓൾറെഡി നമുക്ക് കിട്ടി. പാദം എന്ന് വെച്ചാൽ ചുറ്റളവ്, പിന്നെ വൃത്തസ്തൂപികയുടെ പാദത്തിന്റെ ചുറ്റളവ്, പാദം വൃത്താകൃതിയില, അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട് 2πr എന്ന് പറയുന്നത് 6 പൈ. വൃത്തത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ 2πr അല്ലയോ? വൃത്തത്തിന്റെ പാദം വൃത്താകൃതിയിലാണ്ട് വൃത്തത്തിന്റെ ചുറ്റളവ്. ആ വൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2πr. അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്ര ആണെന്ന്? 6 പൈ എന്ന് കിട്ടിയിട്ടുണ്ട്. 6 പൈ മനസ്സിലായോ? ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഇതിന്റെ ആരവാ ചോദിച്ചേക്കുന്നത്. ആരം കണ്ടുപിടിക്കണമെങ്കിൽ ആരം ഈക്വൽ ടു 6 പൈ. ഈ 2ഉം പൈ ഇവിടെ ഗുണിച്ചേക്ക് ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം ഡിവൈഡഡ് ബൈ 2π. കണ്ടുപിടിക്കേണ്ട ആരം ഒഴിച്ച് ബാക്കി അങ്ങ് അപ്പുറം കൊണ്ടുപോയി ഈ പൈയും വെട്ടിപ്പോയി. ആരം ഈക്വൽ ടു 6നെ 2 വെച്ച് ഹരിച്ചാൽ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഇതിന്റെ ആൻസർ എന്ന് വെച്ചാൽ 3 സെന്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്. എത്ര കിട്ടുമോ? 3 സെന്റിമീറ്റർ. ഇതാണ് നമ്മൾ ഈ നിർമ്മിച്ചേക്കുന്ന വൃത്തസ്തൂപികയുടെ ചുറ്റളവ് എന്ന്, വൃത്തസ്തൂപികയുടെ ആരം എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ ചെയ്യാം. ഇച്ചിരി ഷോർട്ടായിട്ട് ഒറ്റ സ്റ്റെപ്പ് ആൻസർ കിട്ടുന്ന മറ്റൊരു രീതി. ഇവിടെ 2 റേഡിയസുകൾ തന്നിട്ടുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തന്നേക്കുന്ന വലിയ വൃത്തത്തിന്റെ റേഡിയസ്, ഇതാണ് വലിയ റേഡിയസ് എന്ന് പറഞ്ഞാൽ. ഇത് മടക്കില്ലോ നമ്മൾ ഉണ്ടാക്കുന്ന പുതിയ വൃത്താംശം ഉണ്ട്, അതാണ് ചെറിയ റേഡിയസും. വലിയ റേഡിയസും ചെറിയ റേഡിയസും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഇക്വേഷൻ ചെറിയ 6 ഡിവൈഡഡ് ബൈ വലിയ 6. അതേപോലെ തന്നെ ഇതിനൊരു കേന്ദ്രകോണുണ്ട്. കേന്ദ്രകോൺ എത്രയാണ്? ഇതിന്റെ കേന്ദ്രകോണിനെ നമുക്ക് എന്താ, ചെറിയതിന്റെ കേന്ദ്രകോണിനെ x ഡിഗ്രി എന്ന് എടുക്കാം. വലിയ കേന്ദ്രകോണിന് 360 കൊടുക്കാം. മനസ്സിലായല്ലോ? r/r = x by വലിയ x കേട്ടോ. 360 വലിയ x. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. നമുക്ക് നോക്കാം. ഈ വലിയ ആർ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്ര? 5 തന്നിട്ടുണ്ട്. ചെറിയതെന്ന് വെച്ചാൽ ഇത് മുറിച്ചുണ്ടാക്കുന്നതാണ്. ആ ചെറിയ ആർ നമുക്ക് അറിയത്തില്ല. അപ്പോൾ വലിയ ആർ നമുക്ക് അറിയാം. ചെറിയ ആർ ഡിവൈഡഡ് ബൈ വലിയ ആർ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ഇതാണ് വലിയ ആറായിട്ട് എടുക്കുന്നത്. ഇത് മുറിച്ച് ആണ് നമ്മൾ വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കിട്ടുന്ന ആരമാണ് ചെറിയ ആറ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് കണ്ടുപിടിക്കണം. അത് നമ്മൾ ചെറിയ ആറ് 6 എന്ന് തന്നെ കൊടുത്തു. വലിയ ആർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് 5 = 2. ഇനി ചെറിയ എക്സ് എന്ന് പറയുന്നത് ഈ കേന്ദ്രകോണം എന്ന് വെച്ചാൽ
വെച്ചാൽ 216 ഡിവൈഡഡ് ബൈ വലിയ കേന്ദ്രകോണം എന്ന് വെച്ചാൽ എത്ര കിട്ടും? 360 എന്ന് കിട്ടും. വലിയ കേന്ദ്രകോണം എന്ന് വെച്ചാൽ 360. ഓക്കെ ആണല്ലോ. അപ്പോൾ R = 216 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 5 എന്ന് കൊടുക്കാം. മനസ്സിലായല്ലോ? 216 ഡിവൈഡഡ് ബൈ 365. ഓക്കെ ആണല്ലോ. 1 5 5. ഓക്കെ ആണല്ലോ. 5 ചരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 7 5 35, 7 5 35, 2 5 10, 72. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് എത്ര കിട്ടി? ഇവിടെ നമുക്ക് 7 ചരിക്കാം, 6 ചരിക്കാം. 6 ചരിക്കുമ്പോൾ എത്ര കിട്ടി? 12 6 72, 3 6 18, 6 6 36, 1 12 12, 3 12 36. ഇവിടെ 3 എന്ന് കിട്ടും. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാം. 3 എന്ന് വെച്ച് ഇതുണ്ട്. വലിയ R ഡിവൈഡഡ് ബൈ ചെറിയ R = വലിയ X ഡിവൈഡഡ് ബൈ ചെറിയ X എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാം. ഓക്കെ ആണല്ലോ. ഓക്കെ, യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ റൊട്ടേറ്റ് എന്ന് പറഞ്ഞത് ഒരു സ്റ്റാർ, ക്വസ്റ്റ്യൻ മാർക്ക്, പിന്നെ ഹാഷ് ഇങ്ങനെ കൊടുത്തേക്കുന്നു. ഓക്കെ ആണ്. ഫാർമർ എന്നുള്ളത് ഒരു ഡോളറിൻ്റെ സൈന്, അതേപോലെ തന്നെ പെർസെൻറ്റേജ്, സ്റ്റാർ, അതേപോലെ ഡിവിഷൻ, ഹാഷ്, സ്റ്റാർ. ഇങ്ങനെ നമുക്ക് വേണ്ടത് മീറ്റർ എങ്ങനെ എഴുതുന്നത് ചോദിച്ചേക്കുന്നത്. കാര്യമൊന്നുമില്ല, ഒരു കാര്യമില്ലാത്ത കാര്യമോ. ഓക്കെ ആണല്ലോ. ഇതിനകത്തൊന്ന് ഓരോന്ന് എടുത്തും കൊടുത്തത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട് M, മീറ്ററിൻ്റെ M ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? M ഉണ്ടോ? 1 2 3, 4ാമത്തെ ലെറ്ററാണ് M. ഇവിടെ M, ഇവിടുത്തെ 4ാമത്തെ ലെറ്റർ എത്ര? 1 2 3 4. ഇപ്പോൾ എന്ത് വരും? ഡിവിഷൻ്റെ സൈനാണ് വരുന്നത്. ഡിവിഷൻ്റെ സൈൻ. ഓക്കെ ആണല്ലോ. M. ഓക്കെ, അടുത്തത് E. ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് E ഉണ്ടോ? സെക്കൻഡ് ലാസ്റ്റ് ആണ് E. ഈയുടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹാഷ് ആണ് വരുന്നത്. ഹാഷ്. ഓക്കെ ആണല്ലോ. ഹാഷ് 1. ഓക്കെ. ഇനി അടുത്തത് T. എന്ന് പറഞ്ഞാൽ 3ാമത്തെ ലെറ്റർ ഇവിടെ T വരുന്ന എത്ര? അറ്റല്ലിയോടോ? അറ്റാണ്. ഓക്കെ ആണല്ലോ. അറ്റ്. ഓക്കെ, അടുത്തത് E എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? E എന്ന് പറയുന്നത് ഹാഷ് തന്നെയല്ലേ വരുന്നത്? ഹാഷാണ് വരുന്നത്. ഓക്കെ, ഈ ഹാഷാണ് വരുന്നത്. അടുത്ത R വരുന്നത് സ്റ്റാർ അല്ലയോ? ഓക്കെ, സ്റ്റാർ. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യമേ ഉള്ളൂ ഇതിനകത്തുനിന്ന് ഇത് ചെയ്യാനും വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതിനകത്തുനിന്ന് ഇതിൻ്റെ ഓരോ ലെറ്റർ ഇന്ന് ഏതൊക്കെ സൈനാണോ കൊടുത്തേക്കുന്നത് അതെടുത്ത് എഴുതി വെച്ചാൽ മതി. കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരാൾ പടിഞ്ഞാറോട്ട് 15 മീറ്റർ സഞ്ചരിച്ച ശേഷം വലത്തേക്ക് തിരിഞ്ഞ് 20 മീറ്റർ സഞ്ചരിക്കുന്നു. പിന്നീട് അയാൾ ഇടത്തേക്ക് തിരിഞ്ഞ് 10 മീറ്ററും വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 20 മീറ്റർ സഞ്ചരിച്ചാൽ അയാൾ യാത്ര ഉറപ്പെടുത്തുന്നു. എത്ര അകലെയാണ് ഇപ്പോൾ അയാൾ? ഓക്കെ ആണല്ലോ. കാര്യമൊന്നുമില്ല, വളരെ സിമ്പിൾ. നമുക്ക് ഇങ്ങനൊരു പടം വരയ്ക്കാം. ഓക്കെ, വരയ്ക്കുമ്പോൾ നോക്കിക്കോണം. ഓക്കെ, മുകളിൽ ഓക്കെ, ഈ മുകളിൽ വരുന്ന ഭാഗമാണ് വടക്ക്, താഴെ തെക്ക്, ഇവിടെ കിഴക്ക്, പടിഞ്ഞാറ്. ഓക്കെ, മുകളിൽ വടക്ക്, താഴെ തെക്ക്, വലതെടുത്ത് കിഴക്ക്, ഇടതെടുത്ത് പടിഞ്ഞാറ്. ഓക്കെ, ഇവിടേക്ക് ഒരാൾ പടിഞ്ഞാറോട്ട് എത്ര സഞ്ചരിച്ചു? 15 മീറ്റർ സഞ്ചരിച്ചു എന്നല്ലേ പറഞ്ഞത്? 15 മീറ്റർ. ഓക്കെ, 15 മീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. 15 മീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. അങ്ങനെ തന്നെ പേന കൊണ്ടുവെക്കാം. പിന്നെ ഒരാൾ ഇടത്തേക്ക് തിരിയാന്ന് പറഞ്ഞാൽ, വലത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ ക്ലോക്കിലെ സൂചി തിരിയുന്ന പോലെ 90 ഡിഗ്രി തിരിയുക. ഇടത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ ക്ലോക്കിലെ സൂചിക്കെതിരെ 90 ഡിഗ്രി തിരിയുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാ? ഇവിടെ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ വലത്തേക്ക് തിരിഞ്ഞു. എത്ര മീറ്റർ സഞ്ചരിച്ചു? 20 മീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന ആൾ വലത്തേക്ക് തിരിഞ്ഞ് 20 മീറ്റർ സഞ്ചരിച്ചു. വലത്തേക്ക് തിരിഞ്ഞ് 20. ഓക്കെ ആണല്ലോ. ഇവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞ് 20 മീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, 20 മീറ്റർ വലത്തേക്ക് സഞ്ചരിച്ചു. ഓക്കെ, ഇവിടേക്ക് നാൾ പിന്നെന്ത് ചെയ്തു? ഇടത്തേക്ക് തിരിഞ്ഞ് 10 മീറ്റർ സഞ്ചരിച്ചു. ഇവിടേക്ക് പേന ഇങ്ങനെ നോക്കുക. ഇടത്തേക്ക് തിരിഞ്ഞ് 10 മീറ്റർ ഉണ്ട്. ഇടത്തേക്ക് തിരിഞ്ഞ് 10 മീറ്റർ സഞ്ചരിച്ചു. ഓക്കെ ആണല്ലോ. ഇടത്തേക്ക് തിരിഞ്ഞ് 10 മീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, ഇവിടേക്ക് നാൾ വീണ്ടും പേന കൊണ്ടുവെക്കുക. ഇവിടെ വെച്ചാൽ വീണ്ടും അയാൾ ഇടത്തേക്ക് തിരിഞ്ഞ് എത്ര? 20 മീറ്റർ സഞ്ചരിച്ചു. വീണ്ടും ഇവിടേക്ക് നാൾ 90 ഡിഗ്രി തന്നെ വീണ്ടും തിരിഞ്ഞു, ഇടത്തേക്ക് തിരിഞ്ഞതിന് വെച്ചാൽ 20 മീറ്റർ സഞ്ചരിച്ചു. ഇത് 20 അല്ലേ? അപ്പോൾ അയാൾ വീണ്ടും 20 ഇവിടെ എത്തി. അപ്പോൾ 20 മീറ്റർ. അപ്പോൾ അയാൾ ഇത് ഇവിടെ എത്തി. നോക്കിയേ, ഇവിടുത്തുള്ള ഈ അകലം 10. അപ്പോൾ ഈ അകലം എത്ര തന്നെ? 10. ഓക്കെ, ഇവിടെ തൊട്ടുള്ള ഈ അകലം എത്ര? 15. അയാൾ യാത്ര ഉറപ്പെട്ട സ്ഥലം ഇതാണ്, അയാൾ നിൽക്കുന്ന സ്ഥലം ഇതാണ്. നമുക്ക് അറിയേണ്ടത് ഇതാ ഈ അകലം, ഇവിടം വരെയുള്ള ഈ മൊത്തം അകലം കണ്ടുപിടിക്കുന്നത്. ഇവിടം വരെ 15ഉം ഇത് 10ഉം. ഓക്കെ ആണല്ലോ. അപ്പോൾ 10 + 15 = 25 മീറ്റർ ആണ്. അയാൾ ഇപ്പോൾ എത്ര അകലം നിൽക്കുന്നു? 25 മീറ്റർ. ഇപ്പോൾ 25 മീറ്റർ ആണ് നിൽക്കുന്നത്. അത് മാത്രമല്ല എവിടെ നിൽക്കുന്നു എന്ന് വെച്ചാൽ ഈ വീട്ടിൽ നിന്ന് പടിഞ്ഞാറാണ് നിൽക്കുന്നത്. എവിടെ നിൽക്കുക? അതിന് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടില്ല, ഓപ്ഷനകത്തില്ല. എവിടെ നിൽക്കുന്നു എന്ന് മാത്രമേ, എത്ര അകലം മാത്രമേ ചോദിച്ചുള്ളൂ. 25 മീറ്റർ. ഏത് ദിശയിൽ നിൽക്കുന്നു എന്ന് വെച്ചാൽ, ഏത് ദിശയിലായിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ പടിഞ്ഞാറാണ് നിൽക്കുന്നത്. ഇനി വേണ്ട ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പോൾ ഏത് ദിശയിൽ, വീട്ടിൽ നിന്ന് ഏത് ദിശയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര? പടിഞ്ഞാറ്. അയാൾ ഏത് ദിശയിലേക്ക്
നോക്കി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അയാൾ ഇങ്ങനെ വന്ന് താഴോട്ട് നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്, ഇങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത്. മനസ്സിലായോ? ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്, താഴോട്ടാണ് നോക്കിയിരിക്കുന്നത്. ഇത് ഏത് ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇത് സൗത്ത് അല്ലയോ? ഇവിടേക്ക് നാളെ സംബന്ധിച്ചിടത്തോളം ഇത് സൗത്താണ്, ഇത് സൗത്താണ്. ഏത് ദിശയിലേക്ക് നോക്കി നിൽക്കുന്നു എന്ന് വെച്ചാൽ സൗത്തിലേക്കും, ഏത് ദിശയിൽ നിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വെസ്റ്റുമാണ്, പടിഞ്ഞാറ്. ഇപ്പം എങ്ങോട്ട് നോക്കി നിൽക്കുന്നു വെച്ചാൽ തെക്കോട്ടും, എവിടെ നിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറപ്പെടുത്തുന്ന എവിടെ നിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പടിഞ്ഞാറുമാണ് നിൽക്കുന്നത്. ഇവിടെ അത് രണ്ട് ചോദിച്ചിട്ടില്ല, ഏത് അകലമെന്ന് ചോദിച്ചിട്ടുള്ളൂ. ഇപ്പം അയാൾ 25 മീറ്റർ അകലെയാണ് നിൽക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2019 ഏപ്രിൽ 17 ബുധനാണെങ്കിൽ ജൂൺ 12 ഏത് ദിവസം? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യനാ. ഓക്കെ, 2019 ഓക്കെ, ഏപ്രിൽ 17 ബുധൻ. ഓക്കെ, എങ്കിൽ 2019 ജൂൺ 12 ഏത് ദിവസം? ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്നുമില്ല, കാര്യമൊന്നുമില്ല. ഈ 2019 ഏപ്രിൽ 17. അപ്പൊ നമ്മൾ നോക്കണം, ഏപ്രിൽ മാസത്തിൽ 17-ാം തീയതി വരെ തന്നിട്ടുണ്ട്. ഏപ്രിൽ മാസം ഇനി തീരാൻ എത്ര ദിവസത്തോളം ഉണ്ടോ നോക്കണം. ആദ്യം അറിയാലോ, ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ പൊങ്ങിയിരിക്കുന്നതാണ് 31 ദിവസമുള്ള മാസം, കുഴി കിടക്കുന്ന 28 അല്ലെങ്കിൽ 29 ദിവസം അല്ലെങ്കിൽ 30 ദിവസം. ജനുവരി 31 ദിവസം, ഫെബ്രുവരി 28 അല്ലെങ്കിൽ 29, മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31, ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 30, ഒക്ടോബർ 30, നവംബർ 30, ഡിസംബർ 31. ഓക്കെ ആണല്ലോ? അപ്പൊ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഏപ്രിൽ എന്ന് വെച്ചാൽ കുഴി കിടക്കുക എന്ന് വെച്ചാൽ ഏപ്രിൽ 30 ദിവസമുള്ള മാസമാണ്. ഏപ്രിൽ 30 ദിവസമുള്ള ഈ 30 ദിവസത്തിൽ 17 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏപ്രിൽ തീരാൻ എത്ര ദിവസമുണ്ട്? 13 ദിവസമുണ്ട്. ഏപ്രിൽ എന്ന് പറഞ്ഞാൽ 13 ദിവസമുണ്ട്. ഏപ്രിൽ. മെയ് എന്ന് പറയുന്നത് 30 ദിവസമുള്ള മാസം, മെയ് 30. ഓക്കെ, ജൂൺ ആണ് വേണ്ടത്. ഓക്കെ, ജൂൺ 12 വരെയാണ് വേണ്ടത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇത് നമ്മൾ ഇതെല്ലാം കൂട്ടുമ്പോൾ 3 2 5. ഓക്കെ ആണല്ലോ? ഇവിടെ എത്ര? 3 4 1 5 അല്ല 3 4 5. ഏപ്രിൽ, മെയ് 31 അല്ല, മെയ് 31 ദിവസമാണ്. മെയ് 31. ഓക്കെ, മെയ് 31 ദിവസമാണ്. ഏപ്രിൽ 30, അതിൽ 17 കഴിഞ്ഞു. ഇനി എത്രയാണ്? 13 ദിവസം. മെയ് 31, ജൂൺ 12 വരെ മതി. ജൂൺ 12. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയോണം. അങ്ങനെ 3 1 4 2 6 കിട്ടി. 3 1 4 1 5 56. മൊത്തത്തിൽ 56 ദിവസം ഒന്ന് കിട്ടി. ഇനി എത്ര? ജൂൺ എത്ര? ഏപ്രിൽ 17 കഴിഞ്ഞ് ഏപ്രിൽ തീരാൻ ഇനി എത്ര ദിവസമുണ്ട്? ഏപ്രിൽ ഇനി 13 ദിവസമുണ്ട്. മെയ് 31 ദിവസമുള്ളതാണ്, 31 എഴുതി. ജൂൺ 30 ദിവസമുണ്ട്. ഓക്കെ, ജൂൺ 30 വരെ വേണ്ട, 12 വരെ മതി. ഇത്ര വരെ എഴുതി. അത് എല്ലാവരുടെ കൂട്ടിയപ്പോൾ എത്ര ദിവസമുണ്ട്? 56 ദിവസമുണ്ട്. ഈ 56-നെ ഒരാഴ്ചയിൽ എത്ര ദിവസം ഉണ്ടോ അത് വെച്ചങ്ങ് ഹരിച്ചേക്കണം. ഒരാഴ്ചയിൽ എത്ര ദിവസം ഉള്ളത്? 7 ദിവസം ഉള്ളത്. അപ്പം എന്ത് ചെയ്യണം? ഈ 56-നെ നമ്മൾ 7 വെച്ചങ്ങ് ഹരിച്ചു. 7 വെച്ചിരിക്കുമ്പോൾ 7 56, ശിഷ്ടം 0. ശിഷ്ടം എത്രയാണോ വരുന്നത് അത് ഈ ബുധന്റെ കൂടെ കൂട്ടിയാൽ. ശിഷ്ടം എത്രയാണോ വരുന്നത് അതിൻ്റെ കൂടെ കൂട്ടി. അപ്പോൾ ബുധൻ ശിഷ്ടം 1 വന്നാൽ ബുധന്റെ കൂടെ 1 ദിവസം കൂടെ കൂട്ടണം. 2 വന്നാൽ 2 ദിവസം. ശിഷ്ടം 1 വന്നാൽ ബുധന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ വ്യാഴം. 2 വന്നാൽ വെള്ളി. 3 വന്നാൽ ശനി. 4 വന്നാൽ ഞായർ. 5 വന്നാൽ തിങ്കൾ. 6 വന്നാൽ ചൊവ്വ. പിന്നെ 7 വരത്തില്ല, ശിഷ്ടം 0 വരത്തുള്ളൂ. ശിഷ്ടം 0 വന്നാൽ ബുധൻ തന്നെ. ശിഷ്ടം 0 വന്നാൽ ഒന്നും കൂട്ടണ്ട. അതിൻ്റെ അർത്ഥം എൻ്റെ ആൻസർ ബുധനാണ് കേട്ടോ, ബുധൻ. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ ബുധൻ തന്നെയാണ്. ശിഷ്ടം 0 വന്നുണ്ട്. ഇനി 1 2 3 ഒക്കെ വരുന്നാൽ ഈ ബുധൻ്റെ കൂടെ 1 ദിവസം 2 ദിവസം 3 ദിവസം കൂട്ടി ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. വേറെ കാര്യമൊന്നുമില്ല. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3:72 4:-- ഒരു മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ. നിങ്ങൾ അറിയാവുന്നവർക്ക് വളരെ എളുപ്പമായിട്ടായിരുന്നു. ചിലരൊക്കെ ചിന്തിച്ച് ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഒക്കെ അങ്ങ് പോയി കളയും. കാര്യമൊന്നുമില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. കണ്ടേ, 3. ഈ 3-ന്റെ ക്യൂബ് എടുക്കുക. 3-ന്റെ ക്യൂബ് എത്ര? 27. ഈ 27-നെ തിരിച്ചെഴുതിയേക്കുവാണ് 72. 27-നെ തിരിച്ചെഴുതിയേക്കുവാണ് 72. ഓക്കെ ആണല്ലോ? അപ്പൊ അടുത്ത എത്ര? 4. 4-ന്റെ ക്യൂബ് എടുക്കുക. 4-ന്റെ ക്യൂബ് എത്ര? 64. ഈ 64 നമ്മൾ എന്ത് ചെയ്യണം? അങ്ങ് തിരിച്ചെഴുതിയാൽ മതി. 46. ഇതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യമുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയുന്നത്, ഒരു ക്ലാസ്സിലെ 12 കുട്ടികളുടെ ശരാശരി മാർക്ക് 40 ആണ്. അതിൽ 54 മാർക്കുള്ള ഒരു കുട്ടിക്ക് തെറ്റായി 42 രേഖപ്പെടുത്തി. അതേപോലെ 50 മാർക്കുള്ള ഒരു കുട്ടിക്ക് 74 തെറ്റായിട്ട് രേഖപ്പെടുത്തി. എങ്കിൽ യഥാർത്ഥ ശരാശരി, ശരിയായിട്ടുള്ള ശരാശരി എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളാണുള്ളത്? 12 കുട്ടികളാണുള്ളത്. അവരുടെ ശരാശരി മാർക്ക് എത്ര?
ശരാശരി മാർക്ക് എന്ന് വെച്ചാൽ 40 ഓക്കെ ആണല്ലോ. അപ്പോൾ 12 കുട്ടികളുണ്ട്. ഈ 12 കുട്ടികളുടെ ശരാശരി മാർക്ക് 40 ഓക്കെ ആണല്ലോ. ഈ 12 കുട്ടികൾക്ക് ആകെ എത്ര മാർക്കുണ്ട്? 12 × 4 48 480 മാർക്കാണ് ആകെ ഉള്ളത്. ഇതിൽ ഒരു 2 മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, 54 മാർക്ക് ഒരു കുട്ടിക്ക് കൊടുക്കണമായിരുന്നു, പകരം അവർ എഴുതിയേക്കുന്നത് 42 എന്നാണ് എഴുതിയേക്കുന്നത്. അതേപോലെ 50 മാർക്ക് കൊടുക്കേണ്ട ഒരു കുട്ടിക്ക് 74 മാർക്കും കൊടുത്തു, തെറ്റിപ്പോയി. അപ്പൊ നമ്മൾ ഇതാണ് യഥാർത്ഥത്തിൽ വേണ്ട ഇതാണ്. ഓക്കെ, അത് കൂട്ടുക, അതിനോട് കൂട്ടുമ്പോൾ എത്ര കിട്ടി? 54 50 കൂട്ടുമ്പോൾ എത്ര കിട്ടി? 104 എന്ന് കിട്ടി. യഥാർത്ഥത്തിൽ 104 മതിയായിരുന്നു, പക്ഷെ അവർ കൊടുത്തേക്കുന്ന മാർക്കൊക്കെ കേട്ടോ ഇവിടെ 6 11 116 മാർക്ക് കൊടുത്തു. 104 കൊടുക്കേണ്ടടുത്ത് 116 മാർക്ക് അവരെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ എത്ര മാർക്കിന് ഡിഫറൻസ് വന്നിട്ടുണ്ട്? ഒരു 12 മാർക്കിന് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പൊ 116 മൈനസ് എത്ര? 116 മൈനസ് 104 എന്ന് വെച്ചാൽ 12 മാർക്ക് ഡിഫറൻസ് അവർക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. ഈ 12 മാർക്ക് അധികം അതിനകത്ത് കിടക്കുമോ? 12 മാർക്ക് വേണ്ടായിരുന്നു, നമുക്ക് അധികം 12 മാർക്ക് കിടക്കും. അധികമുള്ള 12 മാർക്ക് നമ്മൾ അതിനകത്തൊന്നും കുറയ്ക്കും. അധികമുള്ള മാർക്ക് എന്ന് വെച്ചാൽ 480 നിന്ന് 12 മാർക്കും കുറച്ചു. 480 നിന്ന് 12 കുറയ്ക്കുമ്പോൾ 468 എന്നിട്ട് 468 മാർക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, 468. ഈ 468 മാർക്ക് മതിയായിരുന്നു യഥാർത്ഥത്തിൽ. പക്ഷെ അവർ തെറ്റായിട്ട് എന്ത് ചെയ്തേക്കുക? ഈ തെറ്റായിട്ട് ഇത്രയും മാർക്ക് ഇവിടെ കൊടുക്കേണ്ടത് ഇത്രയും കൊടുക്കേണ്ടത് ഇത്രയും കൊടുത്ത് അഡീഷണൽ ആയിട്ട് ഒരു 12 മാർക്കിനകത്ത് അധികം കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് ഇത്രയും മാർക്കേ ഉള്ളൂ. ഇനി ശരാശരി കണ്ടുപിടിക്കണം. ശരാശരി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? തുക ബൈ എണ്ണമാ. തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി ശരാശരി ഉണ്ട്. തുക ഇപ്പൊ കിട്ടി, കറക്റ്റ് ശരിയായിട്ടുള്ള തുക കിട്ടി 468. ഓക്കെ, അവിടെ എണ്ണ എത്ര? 12 കുട്ടികളാണ് ഉള്ളത്. ആ 12 വെച്ച് ഹരിച്ചാൽ മതി. 3 12 36. ബാക്കി 46 നിന്ന് 36 കുറച്ചാൽ ബാക്കി 10. 10 8 108 എന്ന് വായിക്കുക. 108 9 ഗുണം 12 ആണ്. 9 ഗുണം 12 ആണ് 108. 12 9 108. ആൻസർ 39. കറക്റ്റ് ആയിട്ടുള്ള ശരാശരി എന്ന് വെച്ചാൽ 39. ഇവിടെ 40 ആണ് ശരാശരി വന്നത്. കറക്റ്റ് ശരാശരി എന്ന് പറഞ്ഞാൽ 39 വരാൻ പാടുള്ളൂ. ഓക്കെ ആണല്ലോ. ഓക്കെ, യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു വാച്ച് 10% നഷ്ടത്തിൽ 540 രൂപയ്ക്ക് വിറ്റു എങ്കിൽ വാച്ചിന്റെ വാങ്ങി വില എന്ത്? അപ്പോൾ ഒരു വാച്ച് വിറ്റേക്കുന്നത് 10% നഷ്ടത്തിനാണ്. അതെങ്ങനെ വിറ്റേക്കുന്നത്? 540 രൂപയ്ക്കുമാണ് വിറ്റേക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ 10% നഷ്ടം 540 രൂപ എങ്കിൽ അതിന്റെ വാങ്ങി വില. ആര് വാങ്ങി വില? കച്ചവടക്കാരൻ കച്ചവടത്തിന് വേണ്ടി വാങ്ങിയ യഥാർത്ഥ വിലയെക്കുറിച്ചാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അല്ല കസ്റ്റമർ വാങ്ങിയ വില എന്നല്ല. കസ്റ്റമർ വാങ്ങിയ വില എന്ന് പറയുന്നത് ഈ 540 എന്ന് വെച്ചാൽ കച്ചവടക്കാരൻ വിറ്റ വിലയാണ് 540. മനസ്സിലായല്ലോ? ഓക്കെ, ഈ 540 രൂപയ്ക്ക് വിറ്റു. ആ വിറ്റപ്പോൾ ഈ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. എത്ര ശതമാനം നഷ്ടം? 10% നഷ്ടമാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഏത് സാധനത്തിന്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് 100%. 100%ആണ് യഥാർത്ഥ വില. പക്ഷെ അയാൾക്ക് അവിടെ സംഭവിച്ചു എന്ത് സംഭവിച്ചു? ഒരു 10% നഷ്ടം സംഭവിച്ചു. അപ്പൊ 10% നഷ്ടം എന്ന് വെച്ചാൽ 90%. ഇനി 10% ലാഭം എന്ന് പറഞ്ഞാലോ 110%. 20% നഷ്ടം എന്ന് പറഞ്ഞാലോ 80%. 20% ലാഭം എന്ന് വെച്ചാൽ 120%. 100% ലാഭവുമില്ല നഷ്ടവുമില്ലാത്ത കേസാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചേക്ക്? 10% നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. 10% നഷ്ടം എന്ന് വെച്ചാൽ എത്ര ശതമാനമാണ്? 90%. ഈ 10% നഷ്ടം 90%. ഈ 90% പ്രൈസ് എന്ന് പറയുന്നതാണ് എത്ര? 540 രൂപ. അയാൾക്ക് ഈ 90%-ത്തിനാണ് അയാൾ വിറ്റേക്കുന്നത്. അതെന്ന് പറയുന്നതാണ് 540 രൂപ. എങ്കിൽ അയാൾ വാങ്ങിച്ച യഥാർത്ഥ വില എത്ര എന്ന് അറിയണ്ടേ? അയാൾ വാങ്ങിച്ച യഥാർത്ഥ വില എപ്പോഴും എത്ര ശതമാനമാണ്? 100% പ്രൈസാ. ഇത് എത്ര ആണെന്നാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് അറിയത്തില്ല, അത് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. ഓക്കെ, കാര്യമൊന്നുമില്ല, ഒന്നുമില്ല. ഇത് ക്രോസ് ചെയ്ത് ഇത് തമ്മിൽ അങ്ങോട്ട് ക്രോസ് ചെയ്ത് ഗുണിക്കുക. ക്രോസ് ചെയ്ത് ഗുണിക്കുമ്പോൾ 540 × 100. ക്രോസ് ചെയ്തപ്പോൾ 540 × 100 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ നമ്പർ ഏതാണോ അതെടുത്തങ്ങ് താഴെ എഴുതിക്കണം. ഇത് തമ്മിൽ ക്രോസ് ചെയ്ത് ഗുണിച്ചിട്ട് ഇവിടെ എഴുതിയേക്കുന്ന ഈ നമ്പർ ഏതാണോ അത് എഴുതണം. അപ്പൊ എന്താ? 90% 540 ആണെങ്കിൽ 100% എത്ര? ഇതാണ് ചോദിക്കുന്നത്. ക്രോസ് ചെയ്തു, ഇതെടുത്ത് താഴെ എഴുതി. ഓക്കെ ആണല്ലോ. ഇവട്ടാവും ഈ ഒരു 0 0 ഉണ്ടാവും. 9 9 6 9 54. മനസ്സിലായല്ലോ? 9 6 54. 6 × 100 600. എത്ര കിട്ടി? 600. അതിന്റെ യഥാർത്ഥ വില എത്രയാണ്? 600 രൂപയാണ്. 600 രൂപയ്ക്ക് അയാളാണ് അത് വാങ്ങിച്ചത്. അയാൾക്ക് വിറ്റത് എത്ര? 540 രൂപയ്ക്ക്. ഇനി നിങ്ങൾ നോക്കിയേ, ശരിയാ നോക്കിയേ. 600 രൂപയ്ക്ക് വാങ്ങിയ സാധനം അയാൾ 10% നഷ്ടത്തിന് വിറ്റു. 10% നഷ്ടം. 10% നഷ്ടം എന്ന് വെച്ചാൽ എത്ര? 90%-ത്തിനാണ് അയാൾ വിറ്റേക്കുന്നത്. ഓക്കെ ആണല്ലോ. 0 0 9 6 54. 540 രൂപയൊക്കെ കിട്ടിയുള്ളൂ. കാര്യം 600 രൂപയ്ക്ക് മേടിച്ച സാധനം 540 രൂപയൊക്കെ അവിടെ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 600 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. അതാണ്ടേ 1 - 1/2 × 1 - 1/3 × 1 - 1/4 × 1 - 1/5 എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കാര്യം ഒന്നുമില്ല, വളരെ എളുപ്പം ചെയ്യുക. 1ൽ നിന്ന് ആരെ കുറച്ചാൽ എത്ര കിട്ടും?
അരയാ, 1 അര കുറച്ച് അര, ഇങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാം. ഈ അര എങ്ങനെ കുറയ്ക്കുന്ന അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് എഴുതിയിട്ടൊന്ന് വായിച്ചു കളഞ്ഞേക്കാം. നോക്കിയട്ടെ, 1-ൽ നിന്ന് അര കുറയ്ക്കാം. ഓക്കെ ആണല്ലോ. എല്ലാ സംഖ്യയുടെ താഴെ ഒരു 1 ഉണ്ട്, 1 എഴുതി. ഇനി വേറെ ഷോർട്ട് കട്ട് ഉണ്ട്, അത് ഞാൻ കൂടെ പറഞ്ഞുതരാം. 1 ഉണ്ട്, താഴെ എഴുതി. അപ്പോൾ ഇത് ക്രോസ് ചെയ്യാം, 1 ഗുണം 2, ഇത് ക്രോസ് ചെയ്യാം 1 ഗുണം 2 മൈനസ് ഇത് ക്രോസ് ചെയ്യാം 1 ഗുണം 1. ഓക്കെ ആണല്ലോ. ക്രോസ് ചെയ്യുമ്പോൾ 1 ഗുണം 2 2 മൈനസ് 1 ഗുണം 1 1 ഡിവൈഡഡ് ബൈ 1 ഗുണം 2 2. 2 1 കുറച്ച് 1 1/2 കിട്ടും. 1/2 ഉണ്ട്, 1/2 കിട്ടും. അങ്ങനെയാണ് 1-ൽ നിന്ന് അര കുറയ്ക്കുന്നതാണ് അര. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? അണ്ടേ ഇതായിട്ട് നോക്കിയാൽ 1 മൈനസ് 1/3. ഓക്കെ, ഇങ്ങനെ ചെയ്യാതെ ചെയ്യാനുള്ള വേറെ മാർഗ്ഗമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ താഴെ എല്ലാ സംഖ്യയുടെ താഴെ ഒരു 1 ഉണ്ട്, എല്ലാ സംഖ്യയുടെ താഴെ ഒരു 1 ഉണ്ട്. അതായത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാം. 2 1 3 കൂടെ ആദ്യം ഗുണിക്കുക, 1 ഗുണം 3. ഇനി ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, 1 ഗുണം 3 മൈനസ് ഇനി അങ്ങോട്ട് ക്രോസ് ചെയ്യുക 1 ഗുണം 1. 1 ഗുണം 3 3 മൈനസ് 1 ഗുണം 1 1 ബൈ 1 ഗുണം 3 3. 3 1 കുറച്ച് എത്ര കിട്ടും? 2 2/3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടും? ഇൻറ്റു 2/3 എന്ന് കിട്ടും. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇങ്ങനൊന്നും ചെയ്യാതെ ചെയ്യാം. അപ്പോൾ 2/3 ഞാൻ ഇവിടെ എഴുതിയേ. ഇനി ഇങ്ങനൊന്നും ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ. ഓക്കെ, ഇവിടെ 2 എണ്ണം ഉണ്ട്. ഈ 1-ൽ നിന്ന് നമ്മൾ കുറയ്ക്കുന്നത്. ഇവിടെ 2 എണ്ണത്തിൽ നിന്ന് ഇവിടെ എത്ര ഉണ്ട്? ഒരെണ്ണം ഉണ്ട്. ഒരെണ്ണം പോയി. 2 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം പോയാൽ ബാക്കി എത്ര ഉണ്ട്? ഒരെണ്ണം ഉണ്ട്. 1 ഈ താഴത്തെ 2 അതേപോലെ എഴുതുക. ഇത്രയേ ഉള്ളൂ. എളുപ്പമാർഗ്ഗം പറഞ്ഞത്. ഇവിടെ മൊത്തത്തിൽ 2 എണ്ണം ഉണ്ട്. അതിൽ മേളിൽ എത്ര ഉണ്ട്? ഒരെണ്ണം. ഈ 1-ൽ നിന്ന് മൈനസ് ചെയ്യുന്ന കേസിൽ 1-ൽ നിന്ന് മൈനസ് ചെയ്യുന്ന കേസ് ഇറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഇവിടെ 2 എണ്ണം ഉണ്ട്. അതിൽ മേളിൽ എത്ര ഉണ്ട്? ഒരെണ്ണം ഉണ്ട്. ആ ഒരെണ്ണം കഴിഞ്ഞാൽ ബാലൻസ് ഇനി എത്ര ഉണ്ട്? 2 എണ്ണത്തിൽ ഒരെണ്ണം പോയി ഇനി ഒരെണ്ണം ഉണ്ട്. ആ 1 എഴുതുക ബൈ 2 ഇൻറ്റു എന്ന് വെച്ചാൽ 1-ൽ നിന്ന് അര കുറച്ച് അര. ഇവിടെ നോക്കിയേ, ഈ 1-നെ കുറയ്ക്കും. ഇവിടെ എത്ര? 3 എണ്ണം ഉണ്ട്. 3 എണ്ണത്തിൽ മേളിൽ എത്ര? 1 ഉള്ളത്. 1 പോയ ബാലൻസ് എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2/3 ഇൻറ്റു. ഇനി നോക്കിയേ, ഇവിടെ മൊത്തത്തിൽ എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അതിൽ മേളിൽ എത്ര ഉണ്ട്? ഒരെണ്ണം ഉണ്ട്. ഇനി ബാലൻസ് എത്ര എണ്ണം വേണം? 3 എണ്ണം വേണം. 3/4 ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഞാൻ അടുത്ത് നോക്കിയേ, ഇവിടെ 5 എണ്ണം ഉണ്ട്. 5-ൽ മുകളിൽ എത്ര ഉണ്ട്? 1. ഈ 1-ൽ നിന്ന് മൈനസ് വരുന്ന കേസാണ് പറഞ്ഞേ. ഓക്കെ, ഇവിടെ എത്ര ഉണ്ട്? മൊത്തം 5 പാർട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഉണ്ട്. ഇനി എത്ര എണ്ണം വേണം? ബാലൻസ് 4 എണ്ണം വേണം. അപ്പോൾ 4/5 ഇങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. ഇങ്ങനെ കുറച്ച് നോക്കണമെന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെട്ടാം. അതാണ്ട് ഈ 2 കൂടെ അങ്ങ് വെട്ടിപ്പോവും. അതേപോലെ ഈ 3 കൂടെ വെട്ടിപ്പോവും. ഈ 4 കൂടെ വെട്ടിപ്പോവും. ഇനി ബാലൻസ് മേളിൽ എന്തുണ്ട്? ഒരു 1 ഉണ്ട്. താഴെ എത്ര ഉണ്ട്? ഒരു 5 ഉണ്ട്. ആൻസർ 1/5 ആണ് ഇതിൻ്റെ ആൻസർ. ഇങ്ങനെ ചെയ്തേച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് ചെയ്യുക. ഓക്കെ, ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. ഈ മോഡലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ 2.7 ഇൻറ്റു 2.7 ഇൻറ്റു 2.7 പ്ലസ് 2.3 ഇൻറ്റു 2.3 ഇൻറ്റു 2.3 ഡിവൈഡഡ് ബൈ 2.7ൻ്റെ സ്ക്വയർ മൈനസ് 2.7 ഇൻറ്റു 2.3 പ്ലസ് 2.3ൻ്റെ സ്ക്വയർ. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് കാര്യമൊന്നുമില്ല. ഇതാ ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. ഇങ്ങനെ ഇക്വേഷൻ കണ്ടേ, a³ പ്ലസ് b³ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? a പ്ലസ് ബി ഇൻറ്റു a² മൈനസ് ab a² മൈനസ് ab പ്ലസ് b². ഇതാണ്. ഓക്കെ ആണല്ലോ ഇക്വേഷൻ. നമുക്ക് ഇങ്ങനൊരു ഇക്വേഷനാണ്. നിങ്ങൾ നോക്കിയേ, നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഞാൻ ഇതിനെ ഇവിടെ ഗുണിച്ചേക്കുക. ഇനി ഇപ്പുറത്ത് കൊണ്ടുവന്നാലോ? ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം? a³ പ്ലസ് b³ എന്ന് പറയുന്നത് ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം a² മൈനസ് ab പ്ലസ് b² ഈക്വൽ ടു എന്തെഴുതാം? a പ്ലസ് ബി എന്ന് എഴുതാം. ഓക്കെ, പിന്നെ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ a പ്ലസ് ബി എന്ന്. അപ്പോൾ ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഈ കിടക്കുന്ന ഫോമിലാണ് ഇത് കിടക്കുന്നുണ്ടോ? a³ a 3 പ്രാവശ്യമായി 2.7 ഇൻറ്റു 2.7 ഇൻറ്റു 2 പ്രാവശ്യം പ്ലസ് b³ 2.3 ഇൻറ്റു 2.3 ഇൻറ്റു 2.3 ബൈ a² 2.7ൻ്റെ സ്ക്വയർ മൈനസ് ab 2.7 ഇൻറ്റു 2.3 പ്ലസ് b² 2.3ൻ്റെ സ്ക്വയർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കണം? a പ്ലസ് ബി ആയിരിക്കണം. a പ്ലസ് ബി. അപ്പോൾ ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സംഖ്യ ഇത് a ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടുത്തെ a ആയിട്ടുള്ളത് 2.7 b ആയിട്ടുള്ളത് 2.3. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തൊക്കെ വാല്യൂ എടുക്കാം? എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ, എയുടെ വാല്യൂ എന്ന് പറയുന്നത് 2.7 പ്ലസ് ബിയുടെ വാല്യൂ a പ്ലസ് ബി അല്ലേ കിട്ടുന്നത്? ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2.3 എന്ന് കിട്ടും. ഇത് തമ്മിൽ കൂട്ടുന്നതാണ്. ഓക്കെ ആണല്ലോ. ഇപ്പോൾ 2.7 2.3 കൂട്ടാം. അപ്പോൾ 2.7 2.3 കാര്യമൊന്നുമില്ല. 7 3 കൂട്ടുമ്പോൾ 10. 10ന് 0 ഇഷ്ടം 1 4 4 2 2 4 1 5
ഓക്കെ, ആൻസർ വരുന്നത് 5 എന്നുള്ള ആൻസർ ആയിരിക്കും വരുന്നത്. കാര്യം വേണ്ട 70 വയസ്സായി 30 വയസ്സായിട്ട് കൂട്ടിയ 1 രൂപ, 2 2 4 രൂപ, 4 1 5 രൂപ. അങ്ങനെ സിമ്പിളായിട്ട് ലോജിക്ക് നമുക്ക് കൂട്ടാം, കാര്യമൊന്നുമില്ല. പിന്നെ ആൻസർ എന്ന് വെച്ചാൽ 5 ആണ്. ഓക്കെ, അതാ ഇങ്ങനെ ഇത് ഗുണിക്കുമ്പോൾ ഇതിന് നമ്മൾ ഇനി ഇപ്പുറത്ത് കൊണ്ടുവന്നേക്കാം. അപ്പം ബാലൻസ് വരുന്നത് A+B ആ. അപ്പോൾ A+B ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എയുടെ വാല്യൂ ആയിട്ട് എടുത്തെടുക്കണം 2.7ഉം ബിയുടെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത് 2.3 വട്ടം എടുത്ത് വെച്ചാൽ മതി. ഇത്രയും കാര്യമുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇതാണ് എ, ഇത് എ, ഇത് ബി, എ അല്ലെ ബി, എ ബി ഇങ്ങനെയുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആകെപ്പാടെ 2 തന്നിട്ടുള്ളൂ, 1 എയും 1 ബിയും ആണ്. പ്ലസ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, നമ്മളെ കൂട്ടിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ആണല്ലോ? നമുക്ക് ഇതിൻ്റെ കൂടുതൽ അടിപൊളി വീഡിയോസും അടിപൊളി ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഇതൊരു പ്രയോജനം ചെയ്യും. ഇതിലേപോലുള്ള കൂടുതൽ സീരീസ് നമ്മൾ ഈ ചാനലിൽ കൂടെ തന്നെ, ഹോപ്സിൻ്റെ ചാനലിൽ കൂടെ തന്നെ വിടുന്നുണ്ട്. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.